ഇ ഡി ഉദ്യോഗസ്ഥന് ഒന്നാം പ്രതിയായ കോഴക്കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഡയറി നിർണായകമായിരിക്കുന്നു. പിടിച്ചെടുത്ത ഡയറിയിൽ ഇ ഡി സമൻസ് ലഭിച്ച ആൾക്കാരുടെ പേരുകളുണ്ട്. തട്ടിപ്പിന് ഇരയാക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നത് രഞ്ജിത്ത് വാര്യർ എന്നാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ വിലയിരുത്തൽ. ഡയറി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നു. നോട്ടീസ് അയക്കുന്നു, പുള്ളി ലിസ്റ്റ് ചെയ്യുന്നു, അവരെ സമീപിക്കുന്നു, കോടികൾ ചോദിക്കുന്നു. ഈ ഒരു ഓപ്പറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോഡസ് ഓപ്പറാൻഡി എത്രമാത്രം കേരളത്തിൽ വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. വിഷ്ണു, പറയൂ, ഈ ലിസ്റ്റ്, ഈ പട്ടിക കേരളത്തിലുടനീളം നീണ്ടുപോകുന്ന വ്യവസായ പ്രമുഖരുടെയൊക്കെ പേരുകളിലാണോ? എന്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം? എസ്കെൻ, കഴിഞ്ഞ ദിവസമാണ് 11 മണി മുതൽ 5 മണി വരെ രഞ്ജിത്തിന്റെ എറണാകുളത്തുള്ള ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിടയിൽ രഞ്ജിത്തിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ഈ ഡയറിയും പിടിച്ചെടുക്കുകയായിരുന്നു. ഈ ഡയറി പരിശോധിച്ചതിനിടയിലാണ് ഡയറിയിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങളും രേഖകളും ഒക്കെ പിടിച്ചെടുക്കാൻ വിജിലൻസിനായത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, അതായത് ഇ ഡി സമൻസ് അയച്ചിട്ടുള്ള ചില ആളുകളുടെ പേരുകൾ പോലും ഈ ഡയറിക്കകത്തുണ്ട്. അങ്ങനെ വിജിലൻസ് വിലയിരുത്തുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്താണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ആളുകളെ തേടി പിടിക്കുന്നതും പിന്നീട് ഇവർ ഇ ഡി ഉദ്യോഗസ്ഥരുമായി കണക്ട് ചെയ്ത് ഇവർക്ക് നോട്ടീസ് അയപ്പിക്കുന്നതും ഇയാളാണോ എന്നൊരു ഗുരുതരമായ സംശയമാണ് ഇപ്പോൾ വിജിലൻസിനുള്ളത്. ഇന്നലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്, ഈ തട്ടിപ്പിന്റെ മുഖ്യകണ്ണി, ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആൾ രഞ്ജിത്ത് എന്നാണ്. അത് കൂടുതൽ സാധൂകരിക്കുന്നതാണ് രഞ്ജിത്തിന്റെ പുറത്തു വന്നിട്ടുള്ള ഡയറി. ആ ഡയറി വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കിയിരിക്കുകയാണ്. ഇതിൽ പേരുള്ള ആളുകളെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇ ഡി സമൻസ് ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കൂടുതൽ പേരിൽ നിന്ന് രഞ്ജിത്ത് മുഖാന്തരം അല്ലെങ്കിൽ ഈ പിടിയിലായ വിൽസനും മുകേഷും ഒക്കെ പണം ചോദിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് വിജിലൻസ് അടുത്ത ഘട്ടത്തിൽ തയ്യാറെടുക്കുന്നത്. ഇന്ന് പൂർണ്ണമായും ഈ 3 പ്രതികളുടെയും മൊഴി രേഖപ്പെടുത്തുക എന്ന നടപടിയാണ് പുരോഗമിക്കുക. അതിനൊപ്പം തന്നെ രഞ്ജിത്തിനോട് ഈ ഡയറിയിൽ എന്താണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ ഒരു ഹിറ്റ് ലിസ്റ്റ് പോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും. ഇ ഡിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പേര്, അത്തരത്തിലുള്ള പേരുകൾ രഞ്ജിത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത്തും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രഞ്ജിത്ത് എറണാകുളത്തെ തന്നെ ഒരു വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഏജൻസി നടത്തുന്നയാളാണ്. അയാൾക്ക് ഈ ഇ ഡി ഓഫീസിലടക്കം കൃത്യമായ സാന്നിധ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് വിജിലൻസ് പറയുന്നത്. അയാളുടെ ഫോട്ടോകളിലടക്കം അത്തരം ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയക്കാരുമായി അടക്കമുള്ള ബന്ധമുള്ള ഒരാളാണ്. ഇയാളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയെന്ന് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടുതൽ പേരുകൾ ഇനിയും പൊങ്ങി വരാനുള്ള സാധ്യതയാണുള്ളത്. എസ് കെ.